അണ്ണാ ഇങ്ങ വന്നേ. ഓ ഭയങ്കര സ്റ്റൈലിലാണല്ലോ വരവൊക്കെ. ഇവിടെ നമുക്ക് ഇച്ചിരി വൈറ്റ് ഷർട്ട് അല്ലേ ഇരിക്കത്തില്ലേ? ഇവിടെ അഴുക്കുണ്ടല്ലേ? നമ്മൾ ഡീസൻ്റ് ആണ്. അപ്പം ഇതെന്തായാലും പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടേ ഇതൊന്ന് വെച്ചോ. അല്ലേ ഇത് ഇവിടെ വെച്ചാൽ മതി, പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കേൾക്കത്തില്ല. എവിടെ പോകും? ആരെ? എന്നെ അറിയാമോ? ആണ്, എന്നെ പരിചയമുണ്ട്. ഇപ്പൊ നല്ല സ്റ്റൈലാണല്ലോ, മുടിയൊക്കെ നീട്ടി വളർത്തി പുതിയ പയ്യന്മാരെ പോലെ. നാളെ വെട്ടണോ? കഴിഞ്ഞ മാസം വെട്ടി ഊപ്പാട് വന്നോ? മുടി വെട്ടണം. എപ്പോ വെട്ടും? മുടി ഇച്ചിരി കിടക്കുന്ന സ്റ്റൈലല്ലേ? സ്റ്റൈലിന് കിടക്കട്ടെ. പേരെന്താ? രാജേന്ദ്രൻ. എവിടെ വീട്? ഊരുട്ടമ്പലം. ഇവിടെ ഇത് കാട്ടാക്കടല്ലേ? ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ? ഏത് വണ്ടി? ഓ സ്കൂട്ടറിൽ ആരെങ്കിലും കൊണ്ടുവന്ന് ഇവിടെ തട്ടും. അപ്പൊ തിരിച്ചാരെടുത്തുണ്ടോ? വേറെ വണ്ടി വരും. നമുക്ക് റോഡിൽ കൂടെ ആവശ്യം പോലെ വണ്ടികൾ കിടക്കല്ലേ? എന്തായിരുന്നു? എന്ത് പണി? എന്ത് പിന്നെ ഈ കെട്ടവും പള്ളിഞ്ഞ് കഴിഞ്ഞ് പൈസ കുറച്ചേ വാങ്ങിക്കുള്ളൂ. നമുക്കൊരു വില കിട്ടിയത് നമ്മളെ ഓട്ടോഗ്രാഫ്. ഈ കമ്പി കെട്ടി കെട്ടി നമ്മുടെ ആരോഗ്യമൊക്കെ വേറെ വണ്ടി കൊണ്ടുവിടാം. വേറെ വണ്ടിയല്ലേ ഇവിടെ വരുന്നത്? അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടി കൊണ്ടുവിടത്തില്ലേ? വേറെ കൂടുതൽ വരത്തില്ലേ? ഇതിന് കിടന്ന് വേറെ വയ്ക്കേണ്ട കാര്യം ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് 2 മിനിറ്റ് സംസാരിക്കാം, കഥകൾ പറയാം. വീട്ടുകാരൊക്കെ ഉണ്ട്? മതിയേ? ഈ നോക്കണ്ട എന്റെ റിമോട്ട് എല്ലാം കള്ളം പഠിച്ചു വന്നുണ്ട്. വീട്ടുകാരും ഇല്ലാത്തുണ്ട്. കല്യാണം കഴിച്ചില്ലേ? ഞാൻ മതിയില്ല. കല്യാണം കഴിച്ചില്ലേ? മോളെ കഴിച്ചു. ഓ അങ്ങനെ മോളെ കഴിച്ചു. ഇപ്പൊ ഭാര്യ അവർക്ക് മറ്റേ മോന്റെ വീട്ടിൽ തന്നെ മതി. ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞല്ലോ. അവർക്ക് ബഹുമാനം ഉണ്ടെങ്കിൽ ഒരുപാട് കമ്പികൾ നമ്മൾ വളർത്തിയിട്ടുള്ള പണിയൊന്നും ഇല്ല സാറേ. പണി ചെയ്യാൻ വയ്യ. ഇല്ല, ചെയ്യാം. കാരണം ആരും വിളിക്കില്ല. പിന്നെ സാധാരണപ്പെട്ട എല്ലാവരും വലിയ കാര്യവും രാവിലെ കുടിയെ കേട്ടിരിക്കും. മറ്റേ കണ്ടാ ഗണപതി പാർവതി ജീവിതം വെട്ടിനപ്പളം. അപ്പൊ അവിടെ അമ്പലത്തിലൊക്കെ പോകും രാവിലെ. പട്ടിയൊക്കെ തന്നെ ഇവിടെ അവിടെ പറയുന്നുണ്ട് രാവിലെ കല്ലുരാമി പോകുന്ന ശീലമുണ്ട്. ആ പട്ടി പോകാൻ പറയാം. അവന്റെ ഓബ്യാറമി ആര് പോകാൻ പറയാം? അവനെ പോകാൻ പറയണം. പിന്നെ അവൻ ഇവിടുത്തെ കള്ളിലാപ്പിൽ പറയ കാണും. OPR കമ്മ്യൂണിറ്റി ഇംഗ്ലീഷാണ്. ഞാൻ മലയാളം വേണം പഠിച്ച കാരണം എനിക്കൊരു ഇംഗ്ലീഷ് പിടിയിട്ടുണ്ട്. ഞാൻ ആകെ കൺഫ്യൂഷനിലാണ്. ഓക്കെ, യുവർ കമ്മ്യൂണിറ്റി. ഇംഗ്ലീഷൊക്കെ എവിടെ പഠിച്ചു? ഞാൻ പഠിച്ചത് ഞാൻ എൻ്റെ പഠിത്തം പഴയ ബ്രീഡിംഗാണ്. നമ്മൾ കമ്പി വളർത്തിട്ടുണ്ടെങ്കിലും ബ്രീഡിംഗ് വളർത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അന്നങ്ങനെ ഉണ്ടായിരുന്നു പഠിത്തമൊക്കെ. എവിടെ സ്കൂളില്ലേ? നമ്മളെ കടുതൽ ചേർത്തൽ നേരെ പോകണം. അവിടെ സ്കൂളാണ് പഠിച്ചത്. ഇന്നിപ്പോ ഇനി എന്താണ് പരിപാടി? മഴയൊക്കെ മഴ പെയ്ത് മഴയ്ക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളെ ബാധിക്കുന്നതല്ല. അത് മാസി 2 എണ്ണം ഉണ്ടല്ലോ. 1 അല്ല 2 എണ്ണം. അത് വേണം. നമ്മളെ റിമോട്ടാണ്. നമ്മുടെ ആരോഗ്യം നമ്മളെല്ലാം നാട്ടുകാർ നോക്കൂ ഇല്ലേ? അതില്ല. വേറെന്താ കഴുതിയില്ല? രുദ്രാക്ഷം അത് മാല ചാലിട്ടുള്ളതേ ഉള്ളൂ. ബാഗടപ്പുണ്ട്. ഒരാളെ വാങ്ങിച്ചിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ. ബാഗടപ്പുണ്ട്. പൂവൊക്കെ ഉണ്ട്. ഇപ്പൊ കള്ളുകൂടിയില്ല. പയ്യാത്തോണ്ടാണോ അതോ കിട്ടാത്തോണ്ടാണോ? കള്ള് കുടിച്ച രാവൊന്നുമില്ല. മതി. ഇതെല്ലാം കണ്ട് വേണമെങ്കിൽ പഴം കുടിക്കാം. അങ്ങനെയാണോ? ഇപ്പോഴും കിട്ടിയാൽ കുടിക്കും.
അത് സാറിൻ്റെ അങ്ങനെ പറഞ്ഞു. അത് രഹസ്യമായിട്ട് വെക്കണം. ഇതേ കുടിക്കും, പക്ഷെ അത് പരസ്യമായിട്ട് പറയരുത്. അതല്ലേ? ആ കറണ്ട് അത് ഇന്നിപ്പോ വീട്ടിൽ പോയി കിടക്കാം, വേറെ പണിയൊന്നുമില്ല. ഇപ്പൊ പണിയില്ല മൊത്തത്തിൽ. അത് വയ്യാത്തോണ്ട് അതോ മഴ കാരണം അല്ല, ഒരു കുഴപ്പമില്ല, ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. കള്ളല്ല ഇഷ്ടം, മട്ടിയാണ് എൻ്റെ അടിയിലുള്ള കള്ള കുടിച്ചിട്ട് ഇവിടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അങ്ങനെ അറിയാം. ഇതെല്ലാം എനിക്ക് പോകുന്നു പറയാനൊന്നുമില്ല. എല്ലാവർക്കും നമ്മളെ അറിയാം, നമ്മുടെ രീതികളെല്ലാം അറിയാം. ഈ ഇങ്ങനെ നല്ല ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടത്. നമ്മൾ ആര് കണ്ടാലും ഒന്ന് ഇഷ്ടപ്പെടും കേട്ടോ. ആ മുടിയും ഹെയർ സ്റ്റൈല് ഇപ്പോഴും മുടിയൊന്നും കൊഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മളെ കണ്ടിയായി. എത്ര വയസ്സുണ്ട്? എത്ര വയസ്സുണ്ട്? ഞാൻ 2 പ്രാവശ്യം പറഞ്ഞില്ല. വയസ്സാ? പിന്നെ എത്ര? ഞാൻ കേട്ടില്ല. 65 ഞാൻ പറഞ്ഞിട്ടാ. പറഞ്ഞാ? പിന്നെ എത്ര മതി, കൂടുതലാവണ്ട. ഇത് മറ്റേ ഇന്റർവ്യൂവിനൊക്കെ മൈക്ക് അല്ല, ഇന്റർവ്യൂവിന് കൂടുതൽ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഇതിന്റെ ഒരു കഥ ഞാൻ പറയാം. ഞങ്ങള് അവിടെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഒരാൾ ഇതുപോലെ നടന്നു വരുന്ന കണ്ടപ്പോഴത്തേക്ക് ഒരു കൗതുകം. ഇത് കാട്ടാക്കടയാണ്. ആ കൗതുകത്തിനായിരുന്നു പുള്ളി എടുത്തിട്ട് പോയിട്ട് സംസാരിക്കാൻ വിചാരിച്ചു. അങ്ങനെ കയറി പിടിച്ച് സംസാരിക്കുകയാണ്. കുറേയൊക്കെ കഥകൾ പറഞ്ഞു. സാധാരണപ്പെട്ട മനുഷ്യരായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഒരു ഉന്മേഷം, ഒരു സന്തോഷമാണ്. ഇപ്പോൾ രാജേന്ദ്രൻ പണ്ട് നല്ല ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കുന്നു. ഇപ്പോൾ വലിയ ജോലിയൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന ചായയൊക്കെ കുടിച്ച് പുള്ളി യാത്രയാക്കി. അപ്പോൾ ഈ യാത്രക്കിടയിൽ ഇതുപോലെ കാണുന്ന മനുഷ്യരും അവരുടെ സന്തോഷമോ അല്ലെങ്കിൽ ദുഃഖമോ ആയാലും അവരോടൊപ്പം ഇച്ചിരി സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ എത്തിയതാണ് കാട്ടാക്കടയിൽ. ഞാനിപ്പോൾ ഇന്ന് കണ്ടത് ഈ രാജേന്ദ്രൻ ചേട്ടൻ. പുള്ളിക്ക് ആരോഗ്യം ഉണ്ടാവട്ടെ. നമുക്ക് നാളെ